നിങ്ങളുടെ അധ്വാനമാണോ നിങ്ങളുടെ ബിസിനസ് വളർത്തുന്നത്? കഴിവുണ്ടായിട്ടും എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന ആ ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങൾ കഴിവുള്ള ഒരാളാണ്, ബിസിനസ്സിൽ വർഷങ്ങളുടെ അനുഭവ സമ്പത്തുമുണ്ട്, കഠിനാധ്വാനം ചെയ്യുന്നുമുണ്ട്. എന്നിട്ടും നിങ്ങളുടെ ബിസിനസ് ഒരേ നിലയിൽ കുടുങ്ങിക്കിടക്കുന്നത് എന്താണെന്ന് ചിന്തിച്ചിട്ടുണ്ട്? ഇത് പ്രയത്നത്തിന്റെ പ്രശ്നമല്ല, നിങ്ങൾ ഇതുവരെ തിരിച്ചറിയാത്ത ഒരു മെന്റൽ സീലിംഗ് ആണ്. ഇന്ന് ഞാൻ നിങ്ങളെ മോട്ടിവേറ്റ് ചെയ്യാൻ വന്നതല്ല, നിങ്ങളുടെ ബിസിനസ് വളർച്ചയെ തടയുന്ന ആ തടസ്സം എന്താണെന്ന് പറഞ്ഞു തരാൻ വേണ്ടിയാണ്. അപ്പോൾ വെൽക്കം ടു ബിസിനസ് മാസ്റ്ററി ഹബ്. നമുക്ക് ബിസിനസിനെ പറ്റി വിശദമായി പഠിക്കാം. ബിസിനസ് എന്ത് ചെയ്യുന്നു എന്നതിനപ്പുറത്ത് എങ്ങനെ ചെയ്യുന്നു എന്നതിനെ പറ്റി മനസ്സിലാക്കാം. ഞാൻ ദിനേശ് മുങ്ങത്ത്, UAE നിന്നുള്ള ഒരു എന്റർപ്രണറാണ്, അതുപോലെ ഓതറാണ്, മോട്ടിവേഷൻ സ്പീക്കറാണ്, അല്ലെങ്കിൽ ഹാപ്പിനെസ് ലൈഫ് കോച്ചാണ്, ബിസിനസ് കോച്ചാണ്. അപ്പോൾ നമുക്ക് ചില സത്യങ്ങൾ ആദ്യം മനസ്സിലാക്കി പോവാം. നിങ്ങളൊക്കെ നല്ല രീതിയിൽ ബിസിനസ് ചെയ്യുന്നവരോട് മാത്രമാണ് ഞാൻ ഇപ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അവരോടുള്ള ചെറിയൊരു അഭ്യർത്ഥനയാണ്, ചില സത്യങ്ങളെ മനസ്സിലാക്കി ചിലതിനെ ഒന്ന് ഫൈൻ ട്യൂൺ ചെയ്തെടുത്താൽ നമ്മുടെ ബിസിനസ് അടുത്ത ലെവലിലേക്ക് മാറ്റാൻ സാധിക്കുമെന്നുള്ളതാണ്. അപ്പൊ അവർക്ക് വേണ്ടി മാത്രമുള്ളതാണ് വീഡിയോ എന്നുള്ളതാണ്. നമ്മൾ ഏറ്റവും മനസ്സിലാക്കേണ്ട കാര്യം, ഒരു 5 പോയിന്റുകൾ ഞാൻ ക്വിക്കായിട്ട് പറഞ്ഞു പോവാം. ഈ 5 പോയിന്റ് നിങ്ങളുടെ ബിസിനസ്സിൽ എത്രത്തോളം റിലവന്റ് ആണ് എന്ന് താഴെ നിങ്ങൾ നോക്കുക. അപ്പോൾ ആദ്യം തന്നെ റിയലി സമയം വേസ്റ്റ് ചെയ്യാനുള്ള ജമ്പിങ് ടു ദ പോയിന്റ്. ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് എഫേർട്ട് വിത്ത് ഗ്രോത്ത് എന്ന് പറയും. അതായത് അധ്വാനവും വളർച്ചയും തമ്മിലുള്ള ബന്ധത്തെ പറ്റി നമ്മളൊന്ന് മനസ്സിലാക്കണം. പല ബിസിനസ്സുകാരും വിശ്വസിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, കൂടുതൽ ജോലി ചെയ്താൽ കൂടുതൽ വളർച്ച ഉണ്ടാകുമെന്നതാണ്. എന്നാൽ സത്യം അതല്ല. കഠിനാധ്വാനം നിങ്ങളുടെ വേദനയെ മാത്രമേ വർദ്ധിപ്പിക്കുകയുള്ളൂ. വളർച്ച സംഭവിക്കുന്നത് നിങ്ങളുടെ ചിന്താഗതികളുടെ മാറ്റത്തിനനുസരിച്ചാണ്. അധ്വാനമായിരുന്നു വിജയത്തിന്റെ മാനദണ്ഡമെങ്കിൽ നിങ്ങൾ എന്നോ ഫ്രീ ആയി പോയേനെ എന്ന് ഓർക്കുക. അപ്പൊ എഫേർട്ട് പെയിൻ മാത്രമാണ് സ്കെയിൽ ചെയ്യുന്നത് എന്നറിയുക. ഗ്രോത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ തിങ്കിങ് സ്കെയിൽ ചെയ്യുമ്പോൾ മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ്. ഇത് ശരിക്കും മനസ്സിലാക്കി വെക്കുക. എഫേർട്ട് എടുക്കുക എന്നതല്ല ബിസിനസ് വിജയത്തിന് അടിസ്ഥാനം. നമ്മുടെ ഗ്രോത്ത് മെന്റാലിറ്റി ഉണ്ടാക്കുക എന്നതാണ് ബിസിനസിന്റെ ഏറ്റവും പരമപ്രധാന അടിസ്ഥാനം എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഐഡന്റിറ്റി സീലിംഗ് എന്ന് പറയുന്ന ഒരു പ്രോസസ് ഉണ്ട്. അതായത് വ്യക്തിത്വത്തിന്റെ പരിധി എന്ന് പറയുന്നത് വളരെ കൃത്യമായി മനസ്സിലാക്കുക. ഒരു ബിസിനസ് ഒരിക്കലും അതിന്റെ ഉടമയുടെ ഉള്ളിലെ പരിധികളെ മറികടന്ന് വളരാറില്ല എന്നത്. ഇതിനെയാണ് ഐഡന്റിറ്റി സീലിംഗ് എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എത്ര വരുമാനം വേണമെന്നതല്ല, മറിച്ച് എത്ര വരുമാനത്തിൽ നിങ്ങൾ സുരക്ഷിതനാണെന്ന് തോന്നുന്നുവോ അവിടെ ബിസിനസ് നിൽക്കും. നിങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ സേഫ് ആണോ അതോ ബിഗ് ആണോ എന്ന് സ്വയം ചോദിച്ചു നോക്കുക. മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് സൈൻ യു ആർ സ്ട്രക്ക് എന്ന് പറയുന്നത്. അതായത് സ്തംഭനാവസ്ഥയുടെ ലക്ഷണങ്ങളെ ഒന്നറിയുക. എന്താണ്? നിങ്ങൾ ഈ തടസ്സങ്ങൾ കുടുങ്ങിയോ എന്ന് എങ്ങനെ അറിയാൻ സാധിക്കും? ഒന്ന്, നിങ്ങൾ എപ്പോഴും തിരക്കിലാണ്, പക്ഷെ വലിയ തീരുമാനങ്ങൾ എടുക്കാൻ മടി കാണിച്ചുകൊണ്ടേയിരിക്കുന്നു. 2, വർഷങ്ങളായി ഒരേ പ്രശ്നങ്ങൾ ആവർത്തിക്കുന്നു. അതേ സ്റ്റാഫ് പ്രോബ്ലം, അതേ ക്യാഷ് പ്രോബ്ലം, അതേ ഡിസിഷൻ മേക്കിംഗ് പ്രോബ്ലം, അതേ ടൈമില്ലായ്മ, അങ്ങനെ എല്ലാം സെയിം ആയിട്ട് 10-15 വർഷമായിട്ട് ഒരേ അവസ്ഥ നടക്കുന്നു. മൂന്നാമത്തെ കാര്യം, നിങ്ങൾ അറിവ് നേടുന്നുണ്ട്, പക്ഷെ മാറ്റം കൊണ്ടുവരാൻ ഭയപ്പെടുന്നു. ഇൻഫർമേഷൻ സുരക്ഷിതമാണ്, എന്നാൽ ട്രാൻസ്ഫോർമേഷൻ അസ്വസ്ഥതയുണ്ടാക്കുന്നു എന്നറിയുക. ആ ട്രാൻസ്ഫോർമേഷൻ അസ്വസ്ഥതയാണ് നിങ്ങളെ തടയുന്ന പ്രധാന കാരണം. കുറെ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ട്, കുറെ ബുക്സുകൾ വായിച്ചിട്ടുണ്ട്, കുറെ ഇതുപോലുള്ള പോയിന്റ്സുകൾ അറിഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ ഞാനിപ്പോ പറയുമ്പോൾ ഇതൊക്കെ എനിക്കറിയാം, ഇതൊക്കെ അറിയാം എന്നാണ് പലരും പറയാറുണ്ട്. സാറേ, ഇതൊക്കെ എനിക്കറിയാവുന്ന കാര്യമാണ്, ഇറ്റ്സ് ഓക്കെ, പക്ഷെ എൻ്റെ അവസ്ഥ സെയിം ആണ്. ഇതാണ് ഏറ്റവും പ്രധാനമുള്ള കാര്യം. അറിവ് നേടുക എന്നതിന് യാതൊരു അല്ല അവസ്ഥ,
അതിന് എങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നു എന്നതിനനുസരിച്ചിരിക്കും. ഇത് നിങ്ങളുടെ ബിസിനസ്സിൽ എത്രത്തോളം ഉപയോഗിക്കാൻ പറ്റും എന്നതിനെ പറ്റി ഒന്ന് ചിന്തിച്ചു നോക്കിയേ. അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ യെസ്, ഈ 3 പോയിന്റ്സുകളും റിലവൻറ്റ് ടു മീ ആണെങ്കിൽ യെസ് ഒന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ പേര് വെച്ച് യെസ് ഒന്ന് ടൈപ്പ് ചെയ്ത് ജസ്റ്റ് ഒരു പോയിന്റ്. 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ ഇന്റലിജൻസ് ട്രാപ്പ് എന്ന് പറയുന്ന സാധനം, ബുദ്ധിമാന്മാരുടെ കെണി. അതായത് എന്തുകൊണ്ടാണ് കഴിവുള്ളവർ കൂടുതൽ സ്റ്റക്ക് ആകുന്നത് എന്ന് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ? വലിയ ബിസിനസ് ഡിഗ്രികൾ ഉണ്ടാവും, വലിയ ബിസിനസ് മെന്റാലിറ്റികൾ ഉണ്ടാവും, വലിയ ബിസിനസിനെ പറ്റി പ്ലാൻ ചെയ്യാൻ പറ്റും, അതിന്റെ പറ്റിയിട്ടുള്ള വലിയ പ്രിപ്പറേഷൻ പ്രൊജക്റ്റും ഒക്കെ റിപ്പോർട്ടൊക്കെ ടിക് ടിക് എന്ന് പറഞ്ഞ് തയ്യാറാക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. ബിസിനസിനെ പറ്റിയിട്ട് എന്താ ക്ലാസ്സുകൾ എടുക്കാനും അതും ഇത് എല്ലാം എവറിഥിങ് ദേ ആർ വെരി ഇന്റലിജന്റ്. പക്ഷേ അവരെല്ലാം ബിസിനസ് സക്സസ് ആയിട്ടുണ്ടോ? പക്ഷെ സക്സസ് ആയ ആൾക്കാർ നോക്കൂ, ഇതൊന്നും അവർക്കൊന്നും വിഷയമല്ല. പക്ഷെ അവർ കീപ് ഓൺ മൂവിങ് ആണ്. അവരെവിടെയും സ്റ്റോപ്പ് ചെയ്യുന്നില്ല. ഇന്നൊരു ബിസിനസ് തുടങ്ങി സെറ്റപ്പ് ചെയ്ത് ഇയാള അടുത്തത്, അത് കഴിഞ്ഞു സെറ്റപ്പ് ചെയ്ത് ഇയാൾ അടുത്തത്, ഇങ്ങനെ മൂവ് ചെയ്ത് പോയവരല്ലേ സക്സസ് ആയിട്ടുള്ളൂ. നിങ്ങളൊന്ന് വിശകലനം ചെയ്ത് കേസ് പറഞ്ഞോ, ഒന്ന് ടൈപ്പ് ചെയ്തേ. അവർ എന്താന്ന് വെച്ചാൽ ഈ ഇന്റലിജൻസ് പീപ്പിളിന്റെ ഏറ്റവും വലിയ പ്രശ്നം വെച്ചാൽ അവർ കാര്യങ്ങളുടെ അമിതമായി വിശകലനം ചെയ്യും, ഓവർ തിങ്ക് ചെയ്യും. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. കഴിഞ്ഞ പ്രാവശ്യം ഞങ്ങൾ ഒരു ബിസിനസ് സെക്യൂർ ചെയ്യാൻ വേണ്ടി പോയി. എൻ്റെ കൂടെ ഉണ്ടായത് ഭയങ്കര ഹൈ പ്രൊഫൈലുള്ള കമ്പനികളിൽ, വലിയ കമ്പനിയുടെ ഹെഡിലിരിക്കുന്ന ഒരു ജോലിക്കാരനാണ്, ഫൈനാൻഷ്യൽ ഹെഡ് ആയിട്ടുള്ള ഒരാൾ. അപ്പൊ അക്വയർ ചെയ്യാൻ പോയി സംസാരിച്ചു. അവർക്ക് ആ ബിസിനസ് സെല് ചെയ്യണം. നമ്മളെല്ലാം അയാൾ പറഞ്ഞ പ്രൈസിനൊക്കെ അന്വേഷിച്ചു. പക്ഷെ പുള്ളി ചോദിച്ച ചോദ്യങ്ങൾ, അടുത്ത 5 വർഷം ഈ ബിസിനസ് എങ്ങനെ പോകും, അതിന്റെ പ്ലാൻ പറയൂ, അതിന്റെ ഇതും പറയൂ, 1 2 3 4 5. ആ ബിസിനസ് സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇരുന്ന ടീമിനോടാണ് ഈ ചോദിക്കുന്നത്, എങ്ങനെ അടുത്ത 5 വർഷം ബിസിനസ് ചെയ്യും, നിങ്ങളിൽ അതിലെന്താ ചെയ്യണം, ഇതെന്താ ചെയ്യാനുള്ളത്, അങ്ങനെ ചെയ്യാനുണ്ട്, ഇങ്ങനെ ചെയ്യാനുണ്ട്. ഒരുപാട് പ്രൊജക്ഷൻ അയാള് ഡ്രോയിങ് വരക്കണു, അത് വരക്കണു. ഞങ്ങളൊക്കെ ഇരുന്ന് ആലോചിച്ചു ഇപ്പൊ എന്താ ചെയ്യുക, ഒന്നും പറയാൻ. നല്ലൊരു സീനിയർ മാനേജ്മെന്റിലുള്ള ആളാണ്, ഒന്നും പറയാൻ പറ്റില്ല. സിമ്പിൾ ആണ്, ഒരുപാട് കാര്യങ്ങൾ സിമ്പിൾ ആയിട്ട് ആലോചിക്കുക. ഒരാൾ ഒരു ബിസിനസ് സെല് ചെയ്യാണ്, സെയിം ക്വസ്റ്റ്യൻ, ഹൗ ഡു യു സ്കെയിൽ അപ്പ് ദിസ് ബിസിനസ് എന്ന് അയാളോട് ചോദിച്ചാൽ എന്ത് മറുപടിയാ പറയുക? ആ ഒരു എന്താ പറയുന്ന ഒരു പേര് പറയില്ല, ആ തോട്ട്സ് അവിടെ ഉണ്ടായാലും ആ ഇന്റലിജന്റ് ആയിട്ടുള്ള ആൾ അങ്ങനെ ചോദിക്കില്ല. അപ്പോ ഇത് എന്താന്ന് വെച്ചാൽ അവിടെ വേറെ ഓവർ തിങ്കിങ് ആണ്, അമിതമായി വിശകലനം ചെയ്യുന്നതിന്റെ വിഷയങ്ങളാണ്. റിസ്കുകളെ അവർ ഭയപ്പെടുന്നു എന്നുള്ളതാണ്. വളർച്ചയുടെ ആദ്യഘട്ടം ഒരു നഷ്ടം പോലെ അവർക്ക് തോന്നി തുടങ്ങുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. ഈ താൽക്കാലിക നഷ്ടത്തെ ഭയന്ന് അവർ കംഫർട്ട് സോണിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ് ഇത്തരം ആൾക്കാരുടെ വിഷയം. അവരെ സ്കെയിലപ്പ് ചെയ്യാൻ തയ്യാറാവില്ല. സ്കെയിലപ്പ് ചെയ്യാൻ സ്കെയിലപ്പിന്റെ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ആദ്യകാലത്ത് നമ്മളെപ്പോഴും ബിസിനസ് സ്കെയിലപ്പ് എന്ന് പറയുന്നത് ആദ്യകാലത്ത് നഷ്ടമായിരിക്കും, അല്ലെങ്കിൽ കുറവായിരിക്കും, ഹൈ റിസ്ക് ആയിരിക്കും. പക്ഷെ അതെടുക്കാൻ അവർ തയ്യാറാവില്ല. ബിക്കോസ് ദേ ഓൾവേസ് ലുക്ക് ഫോർ എ സാച്ചുവേർഡ് ഇൻകം, അല്ലെങ്കിൽ സാച്ചുറേഷൻ ആയിട്ടുള്ള ബിസിനസ്. അങ്ങനെ ഒരിക്കലും നടക്കില്ല. ബിസിനസ് എപ്പോഴും ഗ്രോത്തിങ് ഉള്ള സാധനം, ഗ്രോത്ത് ആണ് അതിൽ പ്രധാനം. യെസ് ഓർ നോ? നിങ്ങൾക്ക് ഇത് അനുഭവിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയൊന്ന്. യെസ്, ഓക്കെ. 5ാമത്തെ കാര്യം എന്ന് പറയുന്നത് ദ റിയൽ ഷിഫ്റ്റ് നടക്കുന്ന യഥാർത്ഥ മാറ്റം എന്താണെന്നുള്ളത്. അതായത് മാറ്റം എന്ന് പറയുന്ന ഒരു ബിസിനസ് എന്റർപ്രണറിന്റെ മാറ്റം എന്ന് പറയുന്നത് പുറത്തു നിന്ന് വരേണ്ട ഒന്നല്ല, അയാളുടെ ഉള്ളിലുണ്ടാവുന്ന മാറ്റമാണ്. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളുടെ ബിസിനസ്സിനെ പറ്റിയുള്ള തീരുമാനം എന്താണ്, അത് എടുക്കാനുള്ള ശേഷി എങ്ങനെ നിങ്ങൾക്ക് വർദ്ധിപ്പിക്കാൻ പറ്റും, വരുമാനം കൂടുന്നതിന് മുമ്പ് അത് കൈകാര്യം ചെയ്യാനുള്ള പാകം നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. എൻ്റെ ഒരു കോൺസെപ്റ്റ് എപ്പോഴും ഇങ്ങനെയാണ്. കാരണം നമ്മളുടെ മനസ്സിന്റെ അവസ്ഥ, നമ്മളുടെ ആ കപ്പാസിറ്റി, ക്യാരിങ് കപ്പാസിറ്റിക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ ബിസിനസ് വളരുന്നത്. വലിയ ബിസിനസ് വളർത്തിയ യൂസഫ് അലി സാറൊക്കെയാണ് വലിയ ബിസിനസ്. യൂസഫ് അലി സാറിന് അതിനനുസരിച്ചുള്ള മെന്റൽ കപ്പാസിറ്റി ഉണ്ട്. എത്രയോ ബിസിനസ് വളർത്താനുള്ള തിങ്കിങ്ങും മെന്റൽ കപ്പാസിറ്റിയും ഒക്കെ വി ഗോ ആൻഡ് ഡു ഇറ്റ് എന്ന് പറയുന്ന ആറ്റിറ്റ്യൂഡ് ഉണ്ട്. നമുക്കോ ഉണ്ടോ? യെസ്. അപ്പോ ഇവിടെ മനസ്സിലാക്കേണ്ട ഇത്രയേ ഉള്ളൂ. കൺക്ലൂഡിങ് ദിസ് വൺ, നമ്മുടെ അധ്വാനമല്ല ബിസിനസിനെ വളർത്തുന്നത്, നമ്മൾ സ്വയം അനുവദിക്കുന്ന ആകാശത്തിന് ഉയരമാണ് ബിസിനസിന്റെ പരിധി എന്നറിയുക. അപ്പോൾ നമ്മളാണ് നമ്മുടെ പരിധി തീരുമാനിക്കുന്നത്, ബാക്കിയെല്ലാം ഓട്ടോമാറ്റിക് സംഭവിക്കുന്ന കാര്യം. അപ്പോ ഇത് എല്ലാവർക്കും വേണ്ടിയുള്ള ഒരു വീഡിയോ അല്ല എന്ന് ഞാൻ ആദ്യമേ പറയുന്നുണ്ട്. കഴിവുണ്ടായിട്ടും എവിടെയോ കുടുങ്ങിക്കിടക്കുന്ന
ആ ബിസിനസ്സുകാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. നിങ്ങളുടെ ബിസിനസിന്റെ അടുത്ത തലങ്ങളിലേക്ക് കടക്കാൻ നിങ്ങൾ തയ്യാറാണോ എന്നതാണ് ചോദ്യം. എങ്കിൽ നമുക്ക് കൂടുതൽ ആഴത്തിൽ ഇതിനെപ്പറ്റി സംസാരിക്കാം. ഗൗരവമുള്ളവർക്കായിട്ടുള്ള ഒരു പ്രൈവറ്റ് സ്പേസ് ഞാൻ ഒരുക്കുന്നുണ്ട്. ഈ വീഡിയോ നിങ്ങളുടെ അല്പം ചിന്തിപ്പിച്ചിട്ടുണ്ടെങ്കിൽ മാത്രം കമന്റ് ചെയ്യുക താഴെ റെഡി എന്ന്. മറ്റുള്ളവർക്ക് അതിന് ഇതാക്കി എടുക്കാം. കാരണം ബിസിനസ് എന്ന് പറയുന്നത് വളരെ ഗൗരവകരമായ ഒരു കാര്യമാണ്. എന്നും ചെയ്യാനില്ലാത്തത് കൊണ്ട്, ഒരു ജോലിയും ഇല്ലാത്തത് കൊണ്ട് പോയി തുടങ്ങാൻ പറ്റിയ ഒരു സംഭവമല്ല ബിസിനസ് എന്ന് തിരിച്ചറിയുക. ഇറ്റ്സ് ഓൺലി ദ സീരിയസ് പീപ്പിൾ ക്യാൻ ഗെറ്റ് അച്ചീവ്ഡ് എന്നുള്ളത്. അപ്പോ കൃത്യമായി മനസ്സിലാക്കുക. നിങ്ങളുടെ അധ്വാനമാണോ നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്തുന്നത് എങ്കിൽ നിങ്ങൾക്ക് തെറ്റി. നിങ്ങളുടെ അധ്വാനമല്ല ബിസിനസിന്റെ വിജയം എന്ന് പറയുന്നത്. ബിസിനസ്സിൽ നിങ്ങൾ എത്ര കഷ്ടപ്പെടുന്നു എന്നതിലല്ല പ്രാധാന്യം, നിങ്ങൾ എടുക്കുന്ന തീരുമാനത്തിന്റെ വലിപ്പത്തിലാണ് വിജയം എന്നറിയുക. പലർക്കും ഒരു മെന്റൽ സീലിംഗിൽ കുടുങ്ങിക്കിടക്കുന്നവരാണ്. നിങ്ങളുടെ ബിസിനസ് വളരാൻ ആദ്യം മാറേണ്ടത് നിങ്ങളാണ് എന്നുള്ള ബോധമൊഴുകുക. അപ്പോൾ മെന്റൽ സീലിംഗിനെ പറ്റിയാണ് ഞാൻ ഇന്ന് പറഞ്ഞത്. നിങ്ങൾക്ക് മാറ്റത്തിന് തയ്യാറെടുക്കുകയാണെങ്കിൽ താഴെ ഒന്ന് ടൈപ്പ് ചെയ്യുക, വീണ്ടും റെഡി എന്ന് ടൈപ്പ് ചെയ്യുക. വി വിൽ ഹാവ് എൻ പ്രൈവറ്റ് സ്പേസ്. നമ്മളൊരു കുറച്ച് കഴിഞ്ഞാൽ ഒരു പ്രൈവറ്റ് കമ്മ്യൂണിറ്റി രൂപീകരിക്കും. അതിനകത്ത് നിങ്ങൾക്കൊക്കെ ജോയിൻ ചെയ്യാം. നമുക്ക് സീരിയസ് ആയിട്ട് ഡിസ്കഷൻ നടത്താം ബിസിനസ് എങ്ങനെ സ്കെയിൽ ചെയ്യാം. തൽക്കാലം ദിനേശ് മുഹമ്മദ് സൈനിങ് ഓഫ്. താങ്ക് യു വെരി മച്ച്. ചാനൽ നിങ്ങൾക്ക് ഉപകാരപ്രദമായി തോന്നുന്നുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. നമുക്ക് വീണ്ടും നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു.